30 കൊല്ലമായി കഴിഞ്ഞ. അപ്പോൾ 30 കൊല്ലത്തിന് മുമ്പ് ചെയ്തൊരു ക്രൈമിന് വേണ്ടി അതിനാണല്ലോ കിടന്ന് എത്ര കാലം കിടന്ന്. ഷെറിൻ എന്തായാലും ഇറങ്ങിപ്പോയി. ആ ക്രൈമിൽപ്പെട്ട 2, 3, 4 പ്രതികൾ കിടക്കുന്നുണ്ട് ഇവിടെ. വധശിക്ഷയോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. നമ്മളിപ്പോഴും പറയുമ്പോൾ നമ്മൾ ജയിലിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജയിലിൽ തടവുകാരൻ ദീർഘകാലം കിടന്നതിനെ പറ്റി വാർത്തയുണ്ടായിരുന്നല്ലോ. ഈ ജയിലിലും ഉണ്ട് 35 കൊല്ലം കിടന്ന ആൾക്കാരുണ്ട് ഇവിടെ ജയിലിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും വിചാരിക്കുക ഏറ്റവും ഹീനിയസ് ക്രൈം എന്ന് പറഞ്ഞാൽ മർഡർ അല്ലെങ്കിൽ റേപ്പ് ആൻഡ് മർഡർ ആണല്ലോ. ഓക്കെ, ഹീനിയസ് ക്രൈം തന്നെയാണ്. പക്ഷെ അതിനാണ് കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇപ്പോഴും അവരുടെ പ്രിമച്ചർ റിലീസ് വരുന്ന ആ സമയം വരുന്ന ബോർഡിൽ സംസാരിക്കുമ്പോൾ ഇപ്പോഴും അന്ന് ചെയ്തതല്ലേ, അതെ അന്ന് ചെയ്തതാണ്, അന്ന് ചെയ്തതിനാണ് ഇപ്പോൾ കിടക്കുന്നത്. 30 കൊല്ലമായി കഴിഞ്ഞ. അപ്പോൾ 30 കൊല്ലത്തിന് മുമ്പ് ചെയ്തൊരു ക്രൈമിന് വേണ്ടി അതിനാണല്ലോ കിടന്ന് എത്ര കാലം കിടന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനോട് ചെയ്യുന്നൊരു പാതകമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഷെറിൻ 14 കൊല്ലം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇറങ്ങിപ്പോയി. ഷെറിൻ 1-ാം പ്രതിയാണ്. 2-3 പ്രതി കിടക്കുന്നുണ്ട് അവിടെ. എന്താ നീ അയാളുടെ ഷെറിനാണ് ആ ക്രൈമിൽ ഇവരെ വിളിച്ചു വരുത്തി ആ ക്രൈം ചെയ്തത്. എന്നിട്ട് പല ഇതിൻ്റെ വെളിച്ചത്തിൽ, സ്ത്രീയാണെന്നുള്ളതിൻ്റെ വെളിച്ചത്തിലും ഒക്കെ ഷെറിൻ എന്തായാലും ഇറങ്ങിപ്പോയി. ആ ക്രൈമിൽപ്പെട്ട 2, 3, 4 പ്രതികൾ കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതേപോലെ പല പൊളിറ്റിക്കൽ കേസിൽപ്പെട്ട ആൾക്കാർ പലപ്പോഴും പല ഘടകങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ കുറേ ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ 20 വർഷം പ്ലസ് കിടക്കുന്ന ഒരു 10-15 പേര് അവിടെ ഉണ്ടാവും. 30 വർഷം കിടക്കുന്ന 3-4 പേരുണ്ട് അവിടെ. 30 വർഷം എന്ന് പറയുമ്പോൾ കേട്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് 30 വർഷം എന്ന് വെറുതെ പറയാം. പക്ഷേ 30 വർഷം കഴിഞ്ഞ 30 വർഷങ്ങളിൽ നമ്മൾ എവിടെയൊക്കെ പോയി എന്ന് ആലോചിച്ച് നോക്കും. 30 ഓണങ്ങൾ, 30 ക്രിസ്മസുകൾ, 30 ന്യൂ ഇയറുകൾ, 30 കൊല്ലം. അപ്പം എൻ്റെ ഓഫീഷ്യൽ ജീവിതം ഇതുപോലെ 26 കൊല്ലമുള്ളൂ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ മുമ്പ് വേറെ പ്രൈവറ്റിലായിരുന്നു. അപ്പോൾ ഇത് വലിയൊരു സ്പാനാണ്. അപ്പോൾ അങ്ങനെ ഇവർ നോക്കി നിൽക്കുമ്പോൾ കുറേ പേര് ഇറങ്ങി പോവുകയാണ്. ഈ പറയുന്ന കുറച്ച് പേര് എന്തെങ്കിലും സ്വാധീനത്തിൻ്റെ പേര് കുറച്ച് ഇറങ്ങിപ്പോകുന്നു, ബാക്കിയുള്ളവർ കിടക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്, ജയിലിനകത്ത് ഉണ്ട്. അപ്പോൾ നമ്മളൊരു കറക്ഷണൽ ഹോം എന്ന് പറയുമ്പോൾ ഒരു തടവുകാരനെ അവൻ ജയിലിൽ എന്താണ് ചെയ്യുന്നത്? ഇറ്റ്സ് എ കറക്ഷണൽ ഹോം. അപ്പോൾ ഹി ഹാവ് സം അഡ്ജസ്റ്റ്മെൻ്റൽ പ്രോബ്ലം വിത്ത് സൊസൈറ്റി. ഇപ്പോൾ മഹാത്മാഗാന്ധി പറയുകയാണെങ്കിൽ prisoners ആർ പേഷ്യൻസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു പേഷ്യൻ്റ് രോഗവുമായിട്ട് ഹോസ്പിറ്റലിൽ വരുന്നു. അവിടുത്തെ മെഡിക്കേഷൻ, അവിടുത്തെ ട്രീറ്റ്മെൻറ്റ്, അവിടുത്തെ എല്ലാം കൊണ്ട് അവൻ രോഗം ഭേദമായി പുറത്തു പോകുന്നു. എന്നതുപോലെ സൊസൈറ്റിയുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റൽ പ്രോബ്ലം ഉണ്ടായിട്ടാണ് ഒരാൾ ജയിലിലേക്ക് വരുന്നത്. നമ്മൾ ഫുട്ബോൾ കളിയിൽ നമ്മൾ റെഡ് കാർഡ് കാണിച്ച് പുറത്തായ ആളാണ് ആൾ. നമ്മളതെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരാൾ കിടക്കുമ്പോൾ അവൻ തിരുത്തപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം പിന്നെ പുറത്തേക്ക് വിടണ്ടേ? പിന്നെ ഇന്ത്യയിൽ എത്ര ആൾ പിടിച്ചുവിടുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അന്നത്തെ കഥ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ടോ? എത്ര പേര് തിരുത്തപ്പെടുന്നുണ്ട് സർ? ഈ കറക്ഷണൽ ഹോം എന്നുള്ള ജയിലിന്റെ മറ്റൊരു പേര്, എത്ര പെർസെന്റേജ് ഓഫ് ആളുകൾ ഈ തിരുത്തപ്പെടുന്നുണ്ട്? തിരുത്തലുകൾ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ അതൊരു മെഷറബിൾ അല്ല. എങ്ങനെ ഇയാൾ എത്ര പെർസെൻറ്റേജ് തിരുത്തപ്പെട്ടു എന്ന് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാവുക? അത് ഹി ഹാവ് ടു പ്രൂവ് വിത്ത് അവൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കേണ്ടതാണ്. ബാക്കിയുള്ള ജീവിതം കൊണ്ട് അവൻ തെളിയിക്കണം ഞാൻ കറക്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. അല്ലാണ്ട് പാരസെറ്റമോൾ കൊടുത്ത് പനി മാറി എന്ന് പറയുന്ന പോലെ ഇവൻ 50% ഇവൻ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അത് മനസ്സിൽ നടക്കുന്ന പ്രക്രിയ, ടാഞ്ചിബിൾ അല്ല, മെഷറബിൾ അല്ല. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും. ഞങ്ങളാണ് പ്രൊഫഷണൽസുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ആൾക്കാർ. അപ്പോൾ അവൻ്റെ മുൻപത്തെ വന്ന അവൻ്റെ ബിഹേവിയറുകളും അവൻ്റെ ഡിസിപ്ലിൻ കാര്യങ്ങളും, അപ്പോൾ അവിടെ ഇൻഡിസിപ്ലിൻ കാണിച്ചാൽ അവിടെ ശിക്ഷ കിട്ടും. അവിടെ നമ്മൾ അവനെ മാറ്റി നിർത്തും, അവന് അംഗീകാരം കൊടുക്കില്ല, അവനൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളൊക്കെയാണ് തോന്നുകയാണ്. അപ്പോൾ ഞങ്ങൾ പറയാനാണ് എടുക്കേണ്ടത്, ജയിലിലെ ആൾക്കാർ പറയുന്നതാണല്ലോ എടുക്കേണ്ടത്. ഇയാളെ ഹീസ് എലിജിബിൾ ഫോർ റിലീസ്, പ്രീമച്വർ റിലീസ് എന്ന് പറയുമ്പോൾ ആ ബോർഡിൽ പക്ഷേ അഡ്വൈസറി ബോർഡ് ഫോർ പ്രീമച്വർ റിലീസ്
ദാറ്റ്സ് എ ബോർഡ് ഫോർ റെക്കമെൻഡിങ് പ്രിമച്വർ റിലീസാണ്. പക്ഷേ ബോർഡ് പലപ്പോഴും തിരിക്കുക. അതിന് റിവേഴ്സ്. ഇപ്പോൾ ജയിൽ ഡി ജി പി ആണ് ചെയർമാൻ, സെഷൻ ജഡ്ജ്, ഡിസ്ട്രിക്ട് കളക്ടർ, SP, പിന്നെ 3 പ്രൊബേഷൻ ഓഫീസർ, പിന്നെ 3 നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, പിന്നെ സൂപ്രണ്ട്. അങ്ങനെ ഇട്ടിട്ട് ചർച്ച ചെയ്യും. അപ്പോൾ നമ്മൾ സിനോപ്സിസ് വെക്കൂനെ അത് ചർച്ച ചെയ്യും. ചർച്ച ചെയ്യുമ്പോൾ ഉടനെ അന്ന് ഒരാളെ വെട്ടിക്കൊന്നു. ശരി, അത് കഴിഞ്ഞു പോയിരിക്കുന്നു. നമ്മളിപ്പോൾ ഇത്രയും പേര് മരിച്ച ചൂരൽമല ദുരന്തം നമുക്ക് ഓർമ്മയുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കണ്ടപ്പോൾ നമുക്ക് സഹിക്കില്ല ചൂരൽമലയുടെ കാണുമ്പോഴേ. അപ്പോൾ അത് പെട്ടെന്ന് മറന്നുപോയി. എന്ത് ഇത് മറക്കാത്തതെന്തോ നമ്മൾ അതെ, അതൊരു പ്രോബ്ലം തന്നെയാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ തിരിച്ചു വയ്ക്കുക. അപ്പോൾ എൻ്റെ ഒരാൾക്കാണ് ക്രൈം സംഭവിച്ചെങ്കിൽ ഞാൻ സമ്മതിക്കുമോ? ഓക്കെ, അത് കൺസേൺ ആണ്. അപ്പോൾ നമുക്ക് കണ്ടീഷൻ വയ്ക്കാം, ഇയാളെ ഈ വിക്ടിം താമസിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ പോകരുത് എന്ന് ഒരു കണ്ടീഷൻ വയ്ക്കാം. അതിന് മുമ്പിൽ കൂടെ പോകരുത്. ഇപ്പം നാളെ വെല്ലുവിളിച്ച് നടക്കരുത്. കൃഷ്ണപ്രിയയുടെ അച്ഛൻ്റെ കേസ് പറഞ്ഞ പോലെ അവൻ ജാമ്യത്തിൽ ഇറങ്ങി വെല്ലുവിളിച്ച് നടക്കരുത്. വിക്ടിമിനെ കാണരുത്. അല്ലെങ്കിൽ വിക്ടിമിനൊരു പ്രശ്നം ഉണ്ടാവരുത്, ട്രോമ ഉണ്ടാവരുത്. ഇപ്പോൾ വിക്ടിം താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇയാൾ വരരുത്. നമ്മൾ മുൻപ് ചെയ്തിരുന്നത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഡീപ്പോർട്ടേഷൻ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ മാൻ ഇവിടേക്ക് 2 കേസായിരുന്നു. ഹീനിയസ് ഏറ്റവും വലിയ കുറ്റത്തിന് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഡീപ്പോർട്ടേഷൻ. അതുപോലെ ഇവിടുന്ന് നാട് കടത്തട്ടെ, ഇവിടുന്ന് നിൽക്കണ്ട. അപ്പോൾ എന്തിനാണ് ഒരു മനുഷ്യനെ നമ്മളിങ്ങനെ എത്രയും കാലം പൂട്ടിയിടുന്നത്? നമുക്കൊരു പട്ടീനെ എത്ര കാലം പൂട്ടിയിടാൻ പറ്റും? നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടി അത് രണ്ടായിട്ട് കടിച്ചിട്ടുണ്ട്, നമ്മൾ പിള്ളേരായിട്ട് ഓടിച്ചിട്ടുണ്ട്, പ്രശ്നമുണ്ട്. അപ്പോൾ അവനെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എത്ര കാലം അവന് കൂട്ടിൽ തന്നെ പൂട്ടിയിടാൻ പറ്റും? കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കില്ലേ, ഓക്കെ ഒന്ന് ഇറക്കാം, കുറച്ചിറക്കാം, ആൾക്കാർ വരുമ്പോൾ എത്തുക, അങ്ങനെ നമ്മളങ്ങനെ വിചാരിക്കണ്ടേ? പക്ഷെ അത് മനുഷ്യനോട് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ചോദിച്ചില്ലേ, മാഡം ചോദിച്ചില്ലേ, ഇത് മാഡത്തിൻ്റെ ഒരു കിത്താൻ കിന്നാണ് ജയിലിൽപ്പെട്ടത്. ഈ പറഞ്ഞ പോലെ 20 വർഷം കഴിഞ്ഞു, 25 വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക? അയാൾ അവിടെ കിടന്നോട്ടെ എന്ന് തന്നെയാണോ വിചാരിക്കുക? ഞാൻ പറഞ്ഞ ഒരു മനുഷ്യൻ തന്നെയാണത്. അപ്പോൾ വേറെ ഇതിൽ പറഞ്ഞാൽ ഇത് മനുഷ്യനോട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു മൃഗാധിപത്യമാണെന്ന് വിചാരിക്കും. കാട്ടുമൃഗങ്ങളുടെ ഒരു സ്ഥലമാണ്. അവിടെ വന്നപ്പോൾ ഒരു പുലിയെ പൂട്ടിയിട്ടേക്കുക. എന്നിട്ട് ഇതവർ പൂട്ടിയിട്ടേക്കുക. അപ്പോൾ ഒരു സമ്മേളനം നടക്കുമ്പോൾ പുലികളെല്ലാം പറ്റി പറയുന്നത് ഇവനെ ഇനി വിടരുതെന്ന് തന്നെയാണ് പറയുക. മനുഷ്യനോടാണ് പറയുന്നത്. ഇത് പിടിക്കപ്പെട്ടതുകൊണ്ട് മാത്രം അകത്ത് കിടക്കുക. പിടിക്കപ്പെടാത്ത കുറേ പേര് പുറത്തുണ്ട്. അപ്പോൾ ഈ ജീവപര്യന്തം അൺസയന്റിഫിക്കലി അപരിഷ്കൃതം എന്നാണ് പറയുന്നത്. അല്ല, ജീവപര്യന്തം എന്ന് പറയുന്നത് ടിൽ ദ എൻഡ് ഓഫ് ലൈഫ് ജീവപര്യന്തം. അപ്പോഴാണ് ഗവൺമെൻറ് പറയുന്നത് 14 years ആക്ച്വൽ ഇംപ്രിസൺമെൻറ്റ് കഴിഞ്ഞാൽ അവൻ്റെ കേസ് ഒരു ബോർഡിൽ വെക്കാം, ബോർഡിന് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിൽക്കുമ്പോൾ അവന് ചെയ്യുന്നുണ്ട്, കുറേ പേരെ വിടുന്നുണ്ട്. ഇപ്പോൾ ഷെറിൻ പോയില്ലേ, ആ അവസരം മറ്റുള്ളവർക്കില്ലാത്തപ്പോൾ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു 10-16 കൊല്ലമൊക്കെ ആക്ച്വൽ ഇംപ്രിസൺമെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ ഒരു കണ്ടീഷണൽ റിലീസിൽ വിടണം. നമുക്ക് ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസറുണ്ട്, അവിടെ പോയിട്ട് അയാളെ ഒപ്പിടണം എന്ന് പറയാം. അയാളുടെ ഇത് നമുക്ക് വാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈവൻ ചിപ്പ് വെച്ച് കൂട്ടോട്ടെ, എന്നാലും കുഴപ്പമില്ല. പക്ഷേ മനുഷ്യനോട് ചെയ്യുന്ന കാര്യം എന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് നിങ്ങളിതിപ്പോൾ തർക്കിക്കുക വെച്ചാൽ, ഞാൻ കണ്ട ആളാണ്, ഇവരെപ്പോഴും കാണുന്നത്. ഒരാൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരാളൊരു ഉത്സവത്തിന് പോയപ്പോൾ കുറച്ച് പേര് ഒരു ട്രാൻസാക്ഷൻ നടന്നു, ഒരാളപ്പുറത്ത് മരിച്ചു വീണു. ഈ വസ്തു ഇറക്കുന്ന 10 പേര് ജീവപര്യന്തം. അയാൾ അന്ന് ചെയ്തിട്ടുള്ളൊരു അബദ്ധമോ അല്ലെങ്കിൽ അന്ന് ചെയ്തിട്ടൊരു മനഃപൂർവ്വം തന്നെ ആയിക്കോട്ടെ, അന്ന് ചെയ്തു പോയതാണ്. അല്ലാണ്ട് സ്ഥിരമായിട്ട് നാളെ പോയി പിന്നെ ചുറ്റിയും പിടിച്ച് റിപ്പറാകാൻ പോകുന്ന ആളല്ല. അങ്ങനെ കുറച്ച് ഇൻകറജിബിൾ ആൾക്കാരുണ്ട്. certain percentage ഓഫ് എപ്പോഴും ജയിൽ പക്ഷികളെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. തിരിച്ച് ജയിലിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 30 വർഷമായിട്ട് 40 ജയിലിലേക്ക് സ്ഥിരം വരുന്ന ആൾക്കാരുണ്ട്. സിനിമയിൽ കാണുന്ന ഹരിശ്രീ അശോകൻ പോലത്തെ ആൾക്കാരുണ്ട്. വരിക അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ വധശിക്ഷയോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് സംരക്ഷിക്കപ്പെടാനാണല്ലോ. അതിലും എക്സെപ്ഷൻസ് ഉണ്ട്. മുൻപ് എന്ന് പറയണത് വധശിക്ഷ 302 എന്ന് പറഞ്ഞാൽ വധശിക്ഷയായിരുന്നു. അതാണ് റൂളായിരുന്നു. പിന്നീടാണ് റയറസ്റ്റ് ഓഫ് റയർ കേസിലേക്ക് വന്നിട്ടുള്ളത്. ഉദാഹരണമായിട്ട് ഞാൻ കണ്ണൂരിരിക്കുന്ന സമയത്ത് കണ്ണൂരിലത്തെ പഴയ രജിസ്റ്ററുകൾ, ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് രജിസ്റ്ററുകൾ പരിശോധിക്കുമ്പോൾ എല്ലാ ദിവസവും പേരുകൾ കാണാം. ഒരു 35-40 കാലഘട്ടങ്ങളിലൊക്കെ ജൂലൈ 12 ഒരു 3 പേരെ പൂശി, 14 2 പേരെ, അങ്ങനെ എഴുതിക്കുക. അത്ര കോമൺ ആയിരുന്നു. പിന്നീട് നമ്മൾ റയറസ്റ്റ് ഓഫ് റയർ കേസാക്കിയത്.
വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് സാറിന്റെ ഇല്ല, ഇവിടെ നമ്മളിവിടെ ലാസ്റ്റ് നടന്നിട്ടില്ല 91 ട്രിവാൻഡ്രത്ത് നടന്നത്. അല്ല, കണ്ണൂർ കടന്നത് മറ്റേ വാഗേരി ബാലകൃഷ്ണനോ അല്ല ഇപ്പർ ചന്ദ്രനോ വാഗേരി ബാല, അവൻ രണ്ടുപേരെ ഞാനൊരു 2000-ലാണ് ജോലിക്ക് വരുന്നത്. അതിനുശേഷം നടന്നിട്ടില്ല. ഇല്ല, വിയ്യൂരില്ല. കണ്ണൂരിൽ ഒരു സമയത്ത് 2 പേരെ പൂശാവുന്ന സംഗതിയുണ്ട്, ഡബിൾ ഗാലോസ് ഉണ്ട്, ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. കാരണം 2 കാര്യം ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എതിർക്കുന്ന ആൾക്കാർ പറയുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രജകളെ സംരക്ഷിക്കേണ്ട ആളാണ്, എടുക്കാൻ പാടില്ല. 2, നാളെ ഇത് തെറ്റാൻ തെളിഞ്ഞാൽ ഒരു തിരുത്തലില്ല. ഉണ്ടായിട്ടില്ലേ, എത്രയോ പേരുണ്ടായിട്ടുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളെ പിന്നീട് നോക്കുമ്പോൾ 30 കൊല്ലത്തിന് മുമ്പ് DNA നോക്കിയപ്പോൾ അതല്ല എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ലേ. അപ്പോൾ എന്ത് സമാധാനം പറയാണ്ടാവുക നമുക്ക്? അപ്പോൾ നമ്മൾ ഒരാളുടെ ജീവൻ എടുത്തു എന്നുള്ള ഹീനിയസ് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നല്ലൊരു ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം നമ്മളവന് സ്വാതന്ത്ര്യം ഇല്ലാണ്ട് കൂച്ചുവലം കിട്ടി നമ്മൾ ജയിലിനകത്ത് പൂട്ടി. മാത്രമല്ല അവൻ്റെ സേവനത്തിൻ്റെ കുറേ ഭാഗം ഇപ്പോഴാണ് തുടങ്ങിയത്, വിക്ടിം കോമ്പൻസേഷന് വേണ്ടി കൊടുക്കണം. അപ്പോൾ നാളെ നമ്മൾ സോഷ്യൽ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കണം. ഉദാഹരണമായിട്ട് എങ്ങനെയാണ് ജയിൽ ചപ്പാത്തി ഇപ്പം 3 രൂപയാണ്, 2 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത്? ഞങ്ങളുടെ മാജിക്കൊന്നുമല്ല, തടവുകാരുടെ സർട്ടിഫിക്കറ്റ് തന്നെയാണ്, വേർപ്പോഹരി തന്നെയാണ്. ജയിലിൽ ഉണ്ടാക്കണമാണെങ്കിലും ഇന്ത്യൻ ഓഫീസിൽ ഉണ്ടാക്കുന്നതായാലും 5 സ്റ്റാർ ഹോട്ടലിൽ ഉണ്ടാക്കുന്നതായാലും ചപ്പാത്തി ഉണ്ടാക്കുന്ന പ്രക്രിയ സ്റ്റൗവിന് മുമ്പിൽ നിന്ന് വേർത്ത് കുളിച്ചുണ്ടാക്കുക തന്നെ വേണം. അപ്പോൾ ആ തടവുകാരുടെ സർട്ടിഫിക്കറ്റാണ്, അത് വേർപ്പോഹരിയാണ് 2 രൂപയ്ക്ക് ചപ്പാത്തിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്, സൊസൈറ്റിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളന്ന് ചപ്പാത്തി ഇറക്കിയപ്പോൾ ഞങ്ങളതിൻ്റെ പേരിട്ടപ്പോൾ ഫ്രീഡം എന്ന് പേരിട്ടതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. ഫ്രീഡം ചപ്പാത്തീസ്, ടേസ്റ്റ് ദ ഫ്രീഡം എന്ന ടാഗ് ലൈൻ. അതാരാ പറയുന്നത്? തടവുകാരാ പറയുന്നത്. ഫ്രീഡം ഇല്ലാത്ത ആൾക്കാർ പറയുകയാണ്. ഫ്രീഡം ഇല്ലാത്ത ആൾക്കാർ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമ്മളോട് പറയാം, കം ടേസ്റ്റ് ദ ഫ്രീഡം എന്നാണ് പറയുന്നത്. അപ്പോൾ വിപണിയുടെ ചപ്പാത്തിയുടെ വിലയെ ഞങ്ങൾക്ക് 2 രൂപയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് ഞങ്ങളുടെ അത്ഭുതമൊന്നുമില്ലല്ലോ, മാജിക്കൊന്നുമില്ല. അത് ഇവരുടെ ഉദാഹരണമായിട്ട് എങ്ങനെയാണ് ജയിലിൽ സാധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾക്ക് പൈസ തരണ്ട, എനിക്ക് ജയിലിനുള്ള പൈസയായിരുന്നു. പിന്നെ ആ ഫെസിലിറ്റിക്ക് വാടക വേണ്ട, പിന്നെ തടവുകാരുടെ ഈ ചുരുങ്ങിയ വേതനവും അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ എൻ്റെ അഭിപ്രായത്തിൽ ജയിൽ സ്ഥാപനങ്ങൾ എക്സ്ചക്കർക്ക് പൈസ ചിലവാകുന്ന ഇതാവരുത്. അതിന് ഒരു റവന്യൂ ജനറേറ്റിംഗ് മാർഗമാക്കണം. സെൽഫ് സഫിഷ്യൻസിയിലേക്ക് കുറച്ച് പോകാൻ സാധിക്കണം. ഞാൻ തെളിയിച്ചിട്ടുണ്ട് ചെറിയ അംശം. ഞാനൊരു 30-40% വരെയൊക്കെ ജയിലുകളെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് പോസിബിൾ. റവന്യൂ നമ്മൾ ഈ പ്രസൻസിനെ കുറിച്ച് പെട്ടെന്ന് ആൾക്കാർക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് കണ്ട ഒരു ഇതാണല്ലോ. എങ്ങനെയാണ് സാർ എങ്ങനെ ഇതിലേക്ക് വരുന്നതും ഈ ഒരു കറക്ഷണൽ ഓഫീസർ എന്ന് പറയുന്നതും ഇത് തമ്മിലുള്ള എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്? ഓക്കെ, നമ്മൾ കണ്ടംപററി സിനിമയിൽ കാണുന്ന ഒന്നേ അല്ല ജയിൽ. ഇത് ടോട്ടലി ഡിഫറൻറ്റ്. നമ്മളെല്ലാ സിനിമയിലും കാണുന്നത് പോലെ ഇപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ ആരെങ്കിലും ജയിലിലേക്ക് വരുന്നു, ഉടനെ വരയുള്ള ഷർട്ടും ട്രൗസറും ഇടുന്നു, ജാക്ക് ക്യാമറ എടുത്ത് പോകുന്നു, പാറ പൊട്ടിക്കാൻ പോകുന്നു. അതാണ് നമ്മൾ സ്ഥിരം കാണുന്നത്. അങ്ങനെ ഒരു സ്ഥലം എവിടെയും ഇല്ല. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇല്ല, ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് പറയാം. ഇങ്ങനെ സൗത്ത് ഇന്ത്യയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ അങ്ങനെ പാറമടയോ കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഇല്ല. അപ്പോൾ പ്രിസൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു കുറച്ച് കാലമായിട്ടുള്ളൂ. പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് എന്ന് പറയുന്ന രീതിയായിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. അതിന് മുമ്പ് പ്രിസൺസ് ജയിൽ എന്നാണ് പറയുക. ഒരു ഇരുമ്പ് മുറയ്ക്കുള്ളിലുള്ള ജയിൽ എന്ന സങ്കല്പം മാറിയിരിക്കുന്നു. ജയിൽ കുറച്ച് ട്രാൻസ്പാരൻ്റ് ആണ്. ജയിലിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് തന്നെ, ജയിലിനെ ഞാനൊരു ക്യാമ്പസായിട്ടാണ് കരുതുന്നത്. ഞാൻ അവിടെ വരുന്ന ആൾക്കാരോടൊക്കെ പറയാറുണ്ട്, ജയിലൊരു ക്യാമ്പസാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് യൂത്ത് വന്ന് കിടക്കുന്ന സ്ഥലമാണ് ജയിൽ. പ്രത്യേകിച്ച് നമ്മുടെ ഈ NDPS കേസൊക്കെ ആയി ബന്ധപ്പെട്ട് ഇത് ഒരു 18-നും 25-നും അല്ലെങ്കിൽ 30-നും ഇടയ്ക്കുള്ള ഒരുപാട് യൂത്ത് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവരുടെ എനർജി ഭയങ്കരമാണ്, അവരുടെ സ്കില്ല് ഭയങ്കരമാണ്. നമുക്ക് ടാപ്പ് ചെയ്യാം എന്നുള്ളതാണ് കാര്യം. ഓഫ്കോഴ്സ് അതിൻ്റേതായ നെഗറ്റീവ് കൺവെർജൻ്റുള്ള സ്ഥലം തന്നെയാണ് ജയിൽ. അപ്പോൾ നമ്മളൊരു സാധാരണ ജയിലിനെ നമ്മളിങ്ങനെ ഈ കൺസെപ്റ്റ് നമ്മുടെ അടുത്ത് ഉള്ളതുകൊണ്ട് അതെങ്ങനെയാണ് അവരുടെ മാൻ പവർ ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കറക്ഷണൽ ആക്ടിവിറ്റി. ഇപ്പോൾ കറക്ഷണൽ ഓഫീസർ, ഐ എം എ കറക്ഷണൽ ഓഫീസർ, ഐ എം നോട്ട് എ പോലീസ് ഓഫീസർ. അറിയാമല്ലോ, ഹോം A ആണ് പോലീസ്, ഹോം B പ്രിസൺ, ഹോം C ആണ് ഫയർ സർവീസ്. ഈ 3 അർദ്ധസൈനിക വിഭാഗങ്ങളുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ ഫോറസ്റ്റ് ഹാക്കിയാണെങ്കിലും ഫോറസ്റ്റ് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്, എക്സൈസ് വേറെ ആഭ്യന്തരമല്ല. അപ്പോൾ ഹോം B ആണ് പ്രിസൺ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിസൺ DGP ഉണ്ട്. അപ്പോൾ 4 DGPമാരിൽ തന്നെ 4 എക്സ്ക്യൂട്ടർ പോസ്റ്റ് എന്ന് പറയുന്നത്, ഒന്ന് ലോ ആൻഡ് ഓർഡർ, ഒന്ന് വിജിലൻസ്, ഒന്ന് ഫയർ സർവീസ്, ഒന്ന് ജയിൽ. ഈ 4 ശരി DGP പോസ്റ്റുകളുള്ളത്.
അപ്പോൾ അങ്ങനെ വൺ ഓഫ് ദ ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ 4 പില്ലേഴ്സിലൊരു പില്ലറാണ് ജയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജയിലിലത്തെ കാര്യങ്ങൾ ജയിലിലെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാണ്. ഉദാഹരണമായിട്ട് ജയിൽ ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും ഈ ഓൾ പോലീസ് DGPയുടെ കീഴിലല്ല, ഞങ്ങളുടെ പ്രസൻറ്റ് DGPയുടെ കീഴിലാണ്. ഇപ്പോൾ ശ്രീജിത്ത് സാറാണ് പുതിയ ആൾ വന്നിങ്ങനെ. ഷീ ഈസ് ഡയറക്റ്റ്ലി റിപ്പോർട്ടഡ് ടു ദ ഹോം സെക്രട്ടറി ആൻഡ് ഹോം മിനിസ്റ്റർ, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഇപ്പോൾ നമ്മൾ ഒരു CJS ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ജയിലിനൊരു പ്രത്യേക സ്ഥാനമുണ്ടല്ലോ. ഇപ്പോൾ 4 കാലുള്ള ഒരു കൂടാരം, ഒരു കാല് പോയാൽ വീണ് പോകുന്നത്. കാര്യം നമ്മുടെ കേരളത്തിൽ 57 ജയിലുകളാണുള്ളത്. അതിനകത്ത് നമ്മൾ ഈ 3.5 കോടി ജനങ്ങൾക്ക് ജയിൽ പോപ്പുലേഷൻ കംസ് അറൗണ്ട് 11,000 to 12,000 ആണ് ജയിൽ പോപ്പുലേഷൻ വരുന്നത്. അതിൽ കൺവിക്റ്റഡ് പ്രിസണേഴ്സിനെ സെൻട്രൽ ജയിലിലേക്കും ബാക്കിയുള്ള ചെറിയ ജയിലുകളിലേക്കുമാണ് വിടുന്നത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ കറക്ഷണൽ ആക്ടിവിറ്റീസ് നടക്കേണ്ടത് ആക്ച്വലി സെൻട്രൽ പ്രിസണിലുള്ള കൺവിക്റ്റഡ് പ്രിസണേഴ്സിൻ്റെ ഇടയിലാണ് വേണ്ടത്. പക്ഷേ എങ്ങനെയാണ് ഹൗ യു കറക്റ്റ് എ പേഴ്സൺ എന്നുള്ളതിന് SOP ഒന്നുമില്ല. നിങ്ങൾ എങ്ങനെയൊക്കെ പേഴ്സണെ കറക്റ്റ് ചെയ്യുക, യു കറക്റ്റ് ഹിം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് കാര്യം ഞങ്ങളിപ്പോൾ കറക്റ്റ് ചെയ്യുന്നതിന് അക്കൗണ്ടബിളും അല്ല. എത്ര പേര് ചാടിപ്പോയി എന്ന് വെച്ചാൽ പണി പോകും നമ്മുടെ. പക്ഷേ എത്ര പേരെ നീ കറക്റ്റ് ചെയ്തതിനോട് ചോദിക്കില്ല. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. അപ്പോൾ ജയിലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ജയിലിൽ ഒന്നുകിൽ ആർക്കും വേണ്ട, അല്ലെങ്കിൽ പ്രശ്നം വന്നാൽ ഭയങ്കര പ്രശ്നമാവുകയും ചെയ്യും. അപ്പോൾ ഈ ജയിലില്ല എന്ന് വിചാരിക്കുക. ജയിലില്ല എന്ന് വെച്ചാൽ ട്രാഫിക് പോസ്റ്റിൽ പോലീസുകാരില്ലാത്ത പോലെയാണ്. ഒരു തൂണിടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ വീട് നിൽക്കില്ല. ഈ 12,000 പേരെ എവിടെ കൊണ്ടുവിടും? വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏറ്റവും ഇൻകറേജബിളായിട്ടുള്ള കുറേ ആൾക്കാരെ ജയിലിനകത്ത് വെച്ച് പൂട്ടിയിടുന്നതുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാർ കിടന്നുറങ്ങുന്നത്. അവിടെ കുറച്ച് പേര് ഉറങ്ങാതിരുന്നവരെ നോക്കുന്നതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഇവരെ മുഴുവൻ പുറത്തിറക്കി വിട്ടു, എന്താണ്ടാവുക? അതിൻ്റെ കുഴപ്പങ്ങളുണ്ടാവും. പക്ഷേ എല്ലാ ഈ 12,000 ആൾക്കാരും മുഴുവൻ പ്രശ്നക്കാരൊന്നുമല്ല, വളരെ കുറച്ച് പേരെ പ്രശ്നക്കാരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ജയിലിൽ വരുമ്പോൾ നമുക്കൊരു സമ്മിശ്രമായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. കുട്ടികൾ 18 വയസ്സായ ആൾക്കാർ NDPS കേസിൽ പെട്ടു. പുതുതായി വരുന്ന ആൾക്കാരിൽ ഞങ്ങൾക്ക് പുതുതായി വരുന്ന പ്രശ്നം എന്ന് പറയണത് ഒന്ന് NDPS പ്ലസ് പോക്സോ കേസുകൾ പെട്ട് വരുന്ന ആൾക്കാരാണ് ഒരു 40-45% വരുന്നത്. അത് പ്രത്യേകതയാണ്. അടുത്ത ഇതാണ് നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിൽ ഏകദേശം 40 lakhs അന്യഭാഷക്കാരുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രോസ് ജയിലിലും വരും. ഇപ്പോൾ ജയിലിൽ ഏകദേശം വരുന്നൊരു 15% ഒക്കെ വരുന്ന ആൾക്കാർ ഇപ്പോൾ ഈ അന്യഭാഷക്കാരാണ്. അതിനും പുറമെയാണ് ഫോറിനേഴ്സ് വരുന്നത്. ഓക്കെ, VU സെൻട്രൽ ജയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു 20 രാജ്യങ്ങളിൽ നിന്നായിട്ട് 20 ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നായിട്ട് 85ഓളം ഫോറിനേഴ്സ് ഉണ്ട്. പ്ലസ് ഇന്ത്യയിലത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ആൾക്കാരും ഉണ്ടാവും. ഒരു പാൻ വേൾഡാണ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അവിടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓൺ കറക്ഷൻ ആദ്യമായിട്ട് ജയിലിൽ നടത്തി. ഈ ഫോക്ക് എന്നാണ് പേരിട്ടത്, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓൺ കറക്ഷൻ. അങ്ങനെ പേരിൽ നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ചലച്ചിത്ര അക്കാദമിയും IA50 തൃശ്ശൂരിൽ അവരൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടാക്കി നമ്മൾ ശരിക്കും ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തി. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് സാധാരണ ഇതിൽ ജയിലിലൊരു ഫിലിം ഇടുന്നു, അവരെല്ലാവരും കണ്ടോണം എന്നുള്ളതല്ലോ. ഇത് അവർക്ക് ചോയ്സ് ഇല്ല. അവിടെ ഇത് ചോയ്സ് ഉണ്ട്. നമ്മളൊരു 100-200 പേര് കാണാൻ പറ്റുന്ന സ്ഥലത്താണ് ഇത് വെച്ചിട്ടുള്ളത്. നമ്മൾ മുൻകൂട്ടി പറയും എന്നെ ഫ്രഞ്ച് ഫിലിമാണിന്ന്, നാളെ പഥേർ പാഞ്ചാലിയാണ്, അങ്ങനെ പറയും. അപ്പോൾ അതൊരു കാണാൻ വന്നിട്ട് ഫോറിനേഴ്സിനൊക്കെ വന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ മാർക്കോ ഫിലിം കണ്ടിട്ട് ആൾക്കാർ അക്രമശക്തരാകുന്നു എന്ന് ഭയങ്കര വിവാദം ഉണ്ടായിരുന്നല്ലോ. എങ്കിലും അത് തിരിച്ചു വായനയും ആവാമല്ലോ, ഒരു തിരിച്ചു വായനയും ആവും. നല്ല സിനിമ കണ്ടാൽ നന്നാവുമോ നോക്കാമല്ലോ. അതാണ്. അപ്പോൾ നല്ല സിനിമകൾക്ക് നല്ല ആർട്ടിന് നല്ല മ്യൂസിക്കിനൊക്കെ റൂമുണ്ട്, ജയിലിൽ റൂമുണ്ട്. നമ്മളില്ലാന്ന് സാധാരണ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഡബ്ബാങ്കൂത്ത് ഫിലിമുകളും ഈ തട്ടുകളിപ്പോൾ ഇതൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. എങ്കിലും ഈ നല്ല ഫിലിം വെക്കുമ്പോൾ നല്ല പ്യുവർ ആർട്ട് വെക്കുമ്പോൾ, പ്യുവർ മ്യൂസിക് വെക്കുമ്പോൾ അതിനും കുറച്ച് പ്രേക്ഷകരുണ്ട്, അത് അവരെ സ്പർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോക്ക് ഭയങ്കര വലിയ വിജയമായിരുന്നു. അതേ സിമിലർ തിങ് ഞാൻ നടത്തിയത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻ നടത്തി, ഒരു ഓഡിയോ ബുക്ക് ഇറക്കി. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജയിലുകളിൽ പുതിയ സംഭവങ്ങളാണ്. നമ്മളൊരു അവിടെ നിന്ന് കേട്ടറിവ് കൊണ്ടൊക്കെ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ നമുക്കൊന്ന് സ്വാധീനിക്കാൻ കഴിയുക എന്നുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഈ സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻ നടത്തിയപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങളുടെ കഥ പറയൂ എന്നാണ് പറയുന്നത്. നമ്മൾ ജൂറി മുമ്പിലിരിക്കുന്നുണ്ട്, ഞാൻ ഇടക്കാൾക്കാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും ഉണ്ടായിരുന്ന സിസ്റ്റം മാറുകയാണ്. പ്രേക്ഷകരായിരുന്ന തടവുകാർ സ്റ്റേജ് കീഴടക്കുന്നു, സ്റ്റേജിലിരുന്നു കൊണ്ട് അവർ താഴത്തേക്ക് നോക്കിയിട്ട് അവർ കഥ പറയുന്നു, പല ഭാഷയിൽ പറയുന്നു.
ഇപ്പോൾ കോങ്കോക്കാരൻ വന്ന് കോങ്കോ ഭാഷയിലാണ് പറയുന്നത്. അപ്പോൾ ഹിന്ദിക്കാരൻ ഹിന്ദിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ജൂറീസ് നമ്മൾ കുറച്ച് പേരെ എഴുത്തുകാരൊക്കെ കൊണ്ടുവരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്കും ഒരു ഹോണ്ട് ചെയ്യപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഈ വിദേശ ഭാഷകൾ ഈ ആൾക്കാർ പറയുന്നത് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവില്ല. അവനും അറിയാം നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ അവനൊരു 5-8 മിനിറ്റ് ഒരു പേഷ്യൻ ലിസണിങ് കിട്ടുകയാണ്. അത് ചെറിയ കാര്യമല്ല. അവൻ്റെ ഭാഷയിൽ ഒരു പക്ഷേ അവൻ നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷോ എന്തെങ്കിലും നടക്കുകയുള്ളൂ, അവിടെ കോങ്കോ ഭാഷ നടക്കില്ലല്ലോ. അപ്പോൾ ആ കോങ്കോ ഭാഷയിൽ അവൻ പറഞ്ഞ് കരയാണ്. ഒരു കഥാർസിസ്. കഥ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകളിലെല്ലാം ഒരു വെള്ളമുണ്ടായിരുന്നു, കാണികളിലും ഉണ്ടായിരുന്നു അത്. അപ്പോൾ അത് ലോകത്തെല്ലായിടത്തും മനുഷ്യൻ്റെ കഥ ഒന്നാണ്.